എങ്ങനെ പ്രാർത്ഥിച്ചാലാണ് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത്? എനിക്ക് തോന്നുന്നു എങ്ങനെ പ്രാർത്ഥിച്ചാലും ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടി നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ വിലമതിക്കപ്പെടുന്നത് നമ്മൾ ത്യാഗത്തോടു കൂടി, സഹനത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വിശുദ്ധ കുർബാനയ്ക്ക് വരാനായിട്ട് പള്ളിമേലിൽ നിന്ന് പള്ളിയിലേക്ക് എത്താൻ വളരെ കുറച്ച് ദൂരമുള്ളൂ. പക്ഷെ എത്രയോ പേരാണ് വളരെ ത്യാഗത്തോടു കൂടി, വളരെ സഹനത്തോടു കൂടി 1-2 കിലോമീറ്ററോളം നടന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ അങ്ങനെ ത്യാഗത്തോടു കൂടി നടന്നു വന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നിങ്ങളുടെ ആ വിശുദ്ധ കുർബാനയ്ക്ക് ദൈവസന്നിധിയിൽ വലിയ വിലയുണ്ടാകും. കാരണം അത്രയും ത്യാഗത്തോടെയാണ് നിങ്ങൾ വന്ന് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ നമ്മൾ ത്യാഗത്തോടെ ദൈവത്തോട് ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും ദൈവസന്നിധിയിൽ വിലയുണ്ടാകും. നമ്മുടെ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം, അവര് സക്സസ് ആവുന്നില്ല, അവർക്ക് വിജയിക്കാൻ പറ്റുന്ന, അവർക്ക് പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നൊക്കെ ഒരു ചിന്തയുണ്ടെങ്കിൽ സഹനത്തോടു കൂടി അവരോട് പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കാൻ പറയും. ആ ഒരു ത്യാഗമൊക്കെ ദൈവം കാണുമ്പോൾ ദൈവം ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ നോമ്പിന്റെ കാലഘട്ടം ഒരു നോവിന്റെ കാലഘട്ടമായി മാറട്ടെ. ത്യാഗത്തോടു കൂടിയുള്ള പ്രാർത്ഥന, സഹനത്തോടു കൂടിയുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിൽ വലിയ വിലയുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാം.